പാറ്റൂർ ഭൂമി ഇടപാട് കേസിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കാൻ മുൻ ചീഫ് സെക്രട്ടറി ഭരത് ഭൂഷൺ, ബിൽഡറായ ആർടെക് റിയൽറ്റേഴ്സ് എന്നിവർ നൽകിയ ഹർജികളാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. വിജിലൻസ് ത്വരിതാന്വേഷണം നടത്തി 12 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ കള്ളക്കളി നടന്നതായി സംശയിക്കുന്നുണ്ടെന്നായിരുന്നു കോടതിയുടെ ഭാഗത്തുനിന്നും വാക്കാൽ പരാമർശമുണ്ടായത്. കേസ് സംബന്ധിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി വിജിലൻസിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ പിടിച്ചെടുക്കാനുണ്ടെന്നും അതിനുശേഷം മാത്രമേ ചോദ്യം ചെയ്യാൻ സാധിക്കൂവെന്നും വിജിലൻസ് നേരത്തെ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. സ്വകാര്യ ബിൽഡറെ സഹായിക്കാനായി പാറ്റൂരിലെ സ്വീവേജ് പൈപ്പ് ലൈൻ മാറ്റിസ്ഥാപിച്ചതിലൂടെ സർക്കാർ ഭൂമി നഷ്ടമാക്കിയെന്ന് സംബന്ധിച്ച കേസാണ് നിലവിലുള്ളത്. പാറ്റൂരിൽ നടന്നത് അഴിമതി തന്നെയാണെന്ന് വിജിലൻസ് നേരത്തെ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ജലവിഭവ ഉദ്യോഗസ്ഥനായിരുന്ന സോമശേഖരൻ 1-ാം പ്രതിയും ഭരത് ഭൂഷൺ 3-ാം പ്രതിയുമായ പാറ്റൂർ ഭൂമി ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് 1-ാം പ്രതി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.